ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ നോർമലി റിയാക്ട് ജെഎസ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റ് റിയാക്ട് ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ അത് മാറി വൈറ്റ് ജെഎസ് എന്നുള്ള ഒരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടി ഫാസ്റ്റാണ്, മാത്രമല്ല കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ്. ഓക്കെ, സോ നമ്മുടെ ആവശ്യം കാലത്തിനനുസരിച്ചിട്ട് ടെക്നോളജി അപ്ഡേറ്റ് ആയി പോകുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആയി പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയൽ കൊണ്ടുവന്നിട്ടുള്ളത്. ജസ്റ്റ് ഇൻസ്റ്റാളേഷനാണ് നമ്മൾ പറയുന്നത്, ബാക്കിയൊക്കെ റിയാക്ടിൻ്റെ ഒക്കെ സെയിം ആണ്. ജസ്റ്റ് ഈ ഒരു ഇൻസ്റ്റാളേഷൻ കൂടി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അതിനായിട്ട് ഞാൻ വൈറ്റ് ജെഎസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇത് വെച്ച് നമുക്ക് സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിയാക്ട് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ജസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജാവ സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു സംഭവം കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് അത് CMDയിൽ ഓപ്പൺ ചെയ്യുക, കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക, എൻ്റർ അമർത്തുക. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, ഒരു ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് വരാത്ത നെറ്റ് ഉണ്ടല്ലോ. വരുന്നത്. ഓക്കെ, പ്രൊജക്റ്റ് നെയിം നിങ്ങൾക്ക് സാമ്പിളായിട്ട് എന്തെങ്കിലും കൊടുക്കുക, എൻ്റർ അമർത്തിയാൽ മതി. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് റിയാക്ട് ആണ്. എൻ്റർ അമർത്തുക. ടൈപ്പ് സ്ക്രിപ്റ്റ് വേണോ, ഇതെല്ലാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ ജാവ സ്ക്രിപ്റ്റ് മതി. ഓക്കെ, സംഭവം വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇവർ പറയുന്ന നൗ റൺ വന്നിട്ട് ഈ ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് അടിക്കുക, കോപ്പി ചെയ്യുക. ഓക്കെ, നമ്മുടെ VS കോഡിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കോഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ VS കോഡിൽ ഓപ്പൺ ആവും. ഇനി അവർ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ നോർമൽ ചെയ്യുന്ന npm ഇൻസ്റ്റാൾ അടിക്കുക. പിന്നെ വൈറ്റിൽ വരുന്ന വേറൊരു ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മൾ npm ഇത് അടിച്ച ശേഷം പറയാം, അല്ലെങ്കിൽ ഫോക്കസ്. ഓക്കെ, npm ഇൻസ്റ്റാൾ അടിക്കുക. ഓക്കെ, അപ്പോൾ നോഡ് മൊഡ്യൂൾസ് ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നതാണ് ഈ റിയാക്ട് ആപ്പിൽ. പിന്നെ ഇവർ പറയുന്നത് npm റൺ ഡെവാണ് അടിക്കേണ്ടത്. നമ്മൾ നോർമലി റിയാക്ട് ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ npm സ്റ്റാർട്ടാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു വൈറ്റിൻ്റെ ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് npm റൺ ഡെവാണ് അടിക്കേണ്ടത്. ഇത് അത്യാവശ്യം ഫാസ്റ്റുമാണ്, സൂപ്പർ സ്റ്റേബിളുമാണ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ഡൗട്ട് വിചാരിക്കുന്നുണ്ടാവും, കഴിഞ്ഞപ്പോൾ മറ്റേത് ഔട്ട്ഡേറ്റഡ് ആയോ, അത് ഉപയോഗിച്ചൂടെ? അത് ഉപയോഗിക്കാം, ഇതൊരു ഓപ്ഷണൽ മാത്രമാണ്. ഓക്കെ, കാലം മാറുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അപ്ഡേറ്റ് ആകുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത്. മറ്റേത് യൂസ് ചെയ്തിട്ടും ഒരുപാട് പ്രൊജക്റ്റ് ഇപ്പോൾ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി ഉള്ള പ്രൊജക്റ്റും അതുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു ഇഷ്യൂ അല്ല. ഓക്കെ, അതും പഠിക്കുക, ഇതും പഠിക്കുക. ലേറ്റസ്റ്റ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. സോ ഇത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾ സിമ്പിൾ, ഇത്ര പെട്ടെന്ന് ഇൻസ്റ്റാളായി. നമ്മൾ npm റൺ ഡെവ് അടിച്ചു. ജസ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റൺ ആവും. അപ്പോൾ റൺ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സാധാരണ മറ്റേതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൗസർ ഓപ്പൺ ആവും. ഇതിൽ ഈ ഒരു വൈറ്റിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു സംഭവം കോപ്പി ചെയ്ത് ബ്രൗസറിൽ പോയി പേസ്റ്റ് ചെയ്യണം. എന്നാലും മാത്രമേ നമ്മുടെ വൈറ്റിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, സിമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സിമ്പിൾ സംഭവം റെൻഡറായിട്ട് വന്നിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങളെ കൂട്ടുകാരാണ് റിയാക്ട് ഡെവലപ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു അപ്ഡേറ്റഡ് കാര്യം ഷെയർ ചെയ്ത് കൊടുക്കൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.